എം.ആർ. അജിത് കുമാറിനെതിരായുള്ള വിജിലൻസ് അന്വേഷണം ശരിയായ ദിശയിൽ ആയിരുന്നില്ലെന്ന് പി വി അൻവർ. പോലീസിലെ നൊട്ടോറിയസ് ക്രിമിനൽ സംഘം അജിത് കുമാറിനൊപ്പമുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചതിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറ്റവും നല്ല ഓഫീസർ എം.ആർ. അജിത് കുമാറാണെന്നാണ്. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊന്നുകെട്ടയാണ്. പി ശശിയും എം.ആർ. അജിത് കുമാറും മുഖ്യമന്ത്രിയും ഒരുമിക്കുമ്പോൾ ഒരു അന്വേഷണവും എങ്ങും എത്തില്ലെന്നും പി വി അൻവർ പറഞ്ഞു. എം.ആർ. അജിത് കുമാറിനെതിരെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ വിജിലൻസിന് നൽകിയിട്ടുമുണ്ട്. ബാക്കി തെളിവുകൾ കോടതിയിൽ നൽകും. സാബുവിന്റെ മരണം വെറുതെ എഴുതി തള്ളേണ്ടതല്ല. സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണം കേരളത്തിൽ കൊള്ളയടിക്കപ്പെടുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു. സഹകരണ സംഘം മനുഷ്യരെ സഹായിക്കാൻ ഉണ്ടാക്കിയതാണ്. CPIM അതിനെ കുത്തകവൽക്കരിക്കുന്നു. മനുഷ്യർക്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത വിധം പലിശ ഈടാക്കുന്നു. ചികിത്സക്ക് ചോദിച്ച 2 ലക്ഷം രൂപ നൽകാതെ സാബുവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന CPIM നേതാവിന്റെ ഭീഷണി വട്ടിക്ക് പണം കൊടുത്തിരുന്ന ഗുണ്ടാ സംഘങ്ങളുടെ നിലവാരത്തിലെന്നും പി വി അൻവർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന CPIM നിലപാട് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് പറഞ്ഞതുപോലെയാണ്. കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണം. പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും ഈ പോലീസാണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ കേസ് എങ്ങും എത്തില്ലെന്നും അൻവർ വ്യക്തമാക്കി. അജിത് കുമാറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അൻവർ അറിയിച്ചത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണിതെന്നും ഹൈക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം തുടരുമെന്നും അൻവർ പറഞ്ഞു. ഈ അന്വേഷണം അവസാനം ഇങ്ങനെയായി തീരുമെന്നും അന്വേഷണത്തിന്റെ 1ാം ഘട്ടത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണെന്നും 2019 33 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങിയിരുന്നു. അത് കള്ളപ്പണമാണെന്നും 10 ദിവസം കഴിഞ്ഞ് അതേ ഫ്ളാറ്റ് 65 ലക്ഷത്തിന് അദ്ദേഹം വിറ്റു. ഈ 2 പണമിടപാടുകളെക്കുറിച്ചും അന്വേഷിക്കാൻ ഞാൻ വിജിലൻസിനോട് പറഞ്ഞിരുന്നു. ഇത് മാത്രം മതിയായിരുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനെന്ന് പി വി അൻവർ കൂട്ടിച്ചേർത്തു. പി വി അൻവർ MLAയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നത്. കവടിയാറിൽ വീട് നിർമ്മാണത്തിൻ്റെ സ്വത്ത് വിവരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് വായ്പയുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അജിത് കുമാറിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നുമില്ല. കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേടില്ല എന്നായിരുന്നു വിജിലൻസ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയതും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.